ഇന്ന് നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് കുറച്ച് സാമ്പാർ കഷ്ണങ്ങളാണ് കേട്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു കുക്കറിലേക്ക് അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാമ്പാറിന് ആവശ്യമായ പരിപ്പിട്ട് കൊടുത്ത് 3 വിസിൽ അടിക്കുമ്പോൾ അത് പാകമായി. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനാവശ്യമായ ഉപ്പിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു ചട്ടി വെച്ച് അത് ചൂടാവുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഓരോന്നും പൊട്ടി ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കത് വറുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിന് ആവശ്യമായ 2 വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചട്ടി അടപ്പത്ത് വെച്ച് കടുകിട്ട് കൊടുക്കുക. അത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഞാൻ സാമ്പാർ പൊടിയൊന്നും കടയിൽ നിന്ന് മേടിക്കാറില്ല. കായവും ഉലുവയും വറുത്ത് പൊടിച്ചാണ് ഇതിലേക്ക് ചേർക്കാറ്. കായപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കടയിൽ നിന്ന് മേടിക്കണ പൊടികളൊക്കെ പൂത്തതാണോ ഇല്ലയെന്നൊന്നും അറിയാൻ പറ്റില്ല. പിന്നെ അതിനകത്തേക്ക് മല്ലിയിലയും വേപ്പിലയും ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് നല്ലപോലെ വഴറ്റി മൂപ്പിച്ചെടുക്കുക. ഇത് നല്ലപോലെ വഴറ്റി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി തന്നെ യോജിപ്പിക്കുക. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് നമ്മുടെ കായം ഒന്ന് വറുത്തെടുക്കണം. കായം ഒന്ന് വറുത്തെടുത്തിട്ട് വേണം ഉലുവയും കായവും കൂടി പൊടിച്ചെടുത്ത് ആ പൊടി ഇതിനകത്തേക്ക് ചേർക്കുന്നതാണ് സാമ്പാർ പൊടി. പിന്നെ ഇതിനാവശ്യമായിട്ട് കുറച്ച് ശർക്കരയാണ് ചേർക്കുന്നത്. അത് ചീവി വെച്ചേക്കണേണ്. ശർക്കര ചേർക്കണേ എന്തിനാണെന്നറിയാമോ? സാമ്പാറിന് ഭയങ്കര പുളിയൊക്കെ മുമ്പ് നിൽക്കുമ്പോൾ അതിനൊരു ടേസ്റ്റും തോന്നൂല. അപ്പോൾ ശർക്കര ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇത്തിരി വെള്ളത്തിൽ പുളി ഞരടി ആ പുളിനീരും ഒഴിച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കഴിച്ചാൽ മാത്രം മതി.